ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഇവിടെ ഈ ബാക്കി ഈ പറയുന്ന രാഷ്ട്രീയമൊക്കെ പറയുമ്പോഴും മോദിയെ നേർക്കുനേർ അറ്റാക്ക് ചെയ്യുമ്പോഴും ഈ BJPക്കുള്ളിലെ ഈ പറയുന്ന പ്രശ്നത്തെപ്പറ്റി ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞു കേട്ടില്ല. എന്നാൽ പേരെടുത്ത് പറയുകയാണ്, അരവിന്ദ് കെജ്രിവാൾ പേരെടുത്ത് പറയുകയാണ്, മോദിയുടെ ഏകാധിപത്യ വഴിയിൽ തടസ്സം നിന്ന എല്ലാ നേതാക്കളുടെയും രാഷ്ട്രീയം വെട്ടിയൊതുക്കി. അടുത്ത നമ്പർ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും കൂടി പറഞ്ഞു യോഗി. അവിടെ ആ മോദി യോഗി റിഫ്റ്റ് അല്ലെങ്കിലേ പ്രശ്നമാണെന്ന് കേൾക്കുന്നു. ദൈനംദിന കാര്യങ്ങളിൽ ഓഫീസർമാരുടെ നിയമനത്തിൽ, DGPയുടെ നിയമനത്തിൽ, ഈ സൂര്യപ്രതാപ് ഷാഹിയുടെ ഇറക്കത്തിൽ, ശിവപ്രസാദ് ശുക്ലയുടെ കയറ്റത്തിലൊക്കെ ഈ യോഗി സിമ്പതൈസ്, ഈ മോദി ഷാ സഖ്യത്തോട് കടുത്ത അമർഷം എന്നൊക്കെ പിന്നാമ്പുറ കഥകളുണ്ട്. അവിടെ ആ ബോംബ് കൊണ്ടിടുന്നത് ബോധപൂർവമാണെന്ന് കരുതണോ ആനന്ദ് കൊച്ചുകൂടി? തീർച്ചയായും ഹാഷ്മി, അവിടെ BJPയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇത്തവണ തന്നെ കുറേ MP-മാരുടെ ടിക്കറ്റ് എന്തുകൊണ്ടാണ് റദ്ദാക്കിയത് എന്ന് അവർക്ക് പോലും ഉത്തരമില്ലാത്തൊരവസ്ഥയുണ്ട്. ആരാണിത് ചെയ്യുന്നത്? ഇപ്പോൾ അമിത്ഷാ എങ്ങനെയാണ് കുറേ പേരെ നിയന്ത്രിക്കുന്നത്? അല്ലെങ്കിൽ കുറേ പേരുടെ ടിക്കറ്റ് എന്തുകൊണ്ടാണ് റദ്ദാക്കുന്നത്? ഇതിൽ അവർക്ക് പ്രത്യേകിച്ചൊരു സേ ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ചും ഇങ്ങനെ ടിക്കറ്റ് റദ്ദാക്കുന്നത് പലരും വളരെ ജനപ്രിയരായ ആൾക്കാരാണ്. രാജസ്ഥാനിലെ രാഹുൽ കസ്വാനെ പോലെയുള്ള ചിലരൊക്കെ മൂന്ന് ജനറേഷനായിട്ട് രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരാണ്. അവർ ചിലരൊക്കെ കോൺഗ്രസിൽ പോയി ചേർന്നു, ചിലർ മിണ്ടാതിരിക്കുന്നു, BJPയിൽ തന്നെ തുടരുന്നു അമർഷത്തോടെ. ഉത്തർപ്രദേശിലാണെങ്കിൽ ഒരു ചീഫ് സെക്രട്ടറിയെ പോലും നിയമിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ. കാരണം അങ്ങനെ ഒരു ചീഫ് സെക്രട്ടറിയെ നിശ്ചയിച്ചാൽ അത് കേന്ദ്ര കേഡറിൽ നിന്ന് വരും. അവരെന്നിട്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് അമിത്ഷായ്ക്കായിരിക്കും. അപ്പോൾ എന്താണ് അവർ ചെയ്യുന്നത്? താൽക്കാലികമായിട്ട് ഒരു ചീഫ് സെക്രട്ടറിയെ നിയമിക്കും. അപ്പോൾ പിന്നെ സംസ്ഥാന കേഡറിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഒത്തിരി കലാപരിപാടികൾ ഉത്തർപ്രദേശിൽ നടക്കുന്നുണ്ട്. എനിക്കറിയില്ല ശ്രീപത്മനാഭൻ പറഞ്ഞ മാധ്യമപ്രവർത്തകൻ ആരാണെന്ന്. ജനം TV-യിൽ അനിൽ നമ്പ്യാരെ പോലെയോ അങ്ങനെ വല്ല ആരെങ്കിലും ആയിരിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും സന്ദേശ് ഖാലിയിലെ ബോംബ് ചീറ്റിപ്പോയതുപോലെ ഉത്തർപ്രദേശിൽ നടക്കുന്ന പല കാര്യങ്ങളും കേരളത്തിൽ പോലും ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് ദേശീയ മാധ്യമങ്ങളിൽ, അല്ലെങ്കിൽ ഗോദി മീഡിയയിൽ പോലും പലരും റിപ്പോർട്ട് ചെയ്യാത്ത കാര്യങ്ങളാണ്. എങ്ങനെയാണ് കോൾഡ് വാർ നടക്കുന്നതെന്ന്. ഇപ്പോൾ 75 വയസ്സാകാൻ പോകുന്ന നരേന്ദ്രമോദിക്ക് 272 സീറ്റിൽ എത്തിയാൽ, കഴിഞ്ഞ തവണ 303 കിട്ടിയത്, അത് 30 സീറ്റ് കുറഞ്ഞാൽ പോലും അദ്ദേഹം 75 വയസ്സാകുമ്പോൾ RSS അദ്ദേഹത്തെ എടുത്ത് പുറത്ത് കളഞ്ഞ് മറ്റ് യോഗി ആദിത്യനാഥിനെ നിശ്ചയിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഇത്രയും ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ പച്ച വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹം വിചാരിക്കുന്നത് അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കുറുക്കിക്കൊണ്ടുവന്ന് കരുതണോ? കാര്യം അരവിന്ദ് കെജ്രിവാളിനെ ഇവർ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. നേരത്തെ VP ശ്രീധരൻ പറഞ്ഞ ആപ്പിനെ പറ്റി പറയുമ്പോഴൊക്കെ പുച്ഛം കലർന്ന മറുപടി മാത്രം നൽകാൻ കഴിയൂ എന്ന് പറയുന്നത് VP ശ്രീധരൻ മാത്രമായിരുന്നില്ല, BJPയുടെ കേന്ദ്ര നേതാക്കൾ മാത്രമായിരുന്നു. എന്ന് പറഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിന് മറുപടി നൽകുക, അമിത് മാളവിയെയും സുധാംശി ത്രിവാദിയെ പോലുള്ള നേതാക്കൾ മറുപടി നൽകിയാൽ മതി എന്നായിരുന്നു. ഇന്നിപ്പോൾ 75 വയസ്സ് പറഞ്ഞപ്പോഴേക്കും ടപ്പേന്നാണ് അമിത്ഷാ ചാടി വീണത്, അതിന് മറുപടി പറഞ്ഞത്. അപ്പോൾ കൊള്ളണ്ടെടുത്ത് കൊണ്ടു ആനന്ദ് കൊച്ചുകൂടി. തീർച്ചയായും ഇവിടെ ഈ കോൺഗ്രസിൻ്റെ പല നേതാക്കൾക്കും വഴങ്ങാത്ത ഒരു രാഷ്ട്രീയമുണ്ട്. അതായത് അവർ പലപ്പോഴും വളരെ ജെന്റിൽമാൻലി ആയിട്ട്, വളരെ ഡീസൻ്റ് ആയിട്ടുള്ള രാഷ്ട്രീയമാണ് കളിക്കുന്നത്. അതിപ്പോൾ കേരളത്തിലാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും. രാഹുൽ ഗാന്ധിക്കൊക്കെ ഒരു നിലവാരത്തിൽ താഴാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അരവിന്ദ് കെജ്രിവാൾ ഒന്നും നോക്കാതെ കണ്ണും പൂട്ടി BJP ആക്രമിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന് കൃത്യമായ രാഷ്ട്രീയം, എവിടെ കുറിക്ക് കൊള്ളുന്ന, ആർക്കാണത് കൊള്ളുന്നത് എന്നൊക്കെ കണക്കുകൂട്ടി അമ്പെയ്യാനുള്ള കഴിവുണ്ട്. അദ്ദേഹം വളരെ സിമ്പിളായിട്ടുള്ള സരളമായിട്ടുള്ള ഭാഷയിൽ ഇങ്ങനെ ഒരു പ്രസംഗം നടത്തുകയും പെട്ടെന്ന് തന്നെ അമിത്ഷായ്ക്ക് അതിനോട് പ്രതികരിക്കേണ്ടി വന്നു. കാരണം അദ്ദേഹത്തെ കൂടി ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ടായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന് അതിന് കൃത്യമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കൊടുക്കേണ്ടി വന്നു. കാരണം BJPയിൽ വലിയ തോതിലുള്ള ചർച്ചയായി. അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രസംഗം BJPയിൽ മാത്രമല്ല RSSലും, ഝണ്ടേവാലിലുള്ള RSSന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോലും വലിയ ചർച്ചയായി എന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ